ഗുരുവിനെ ഓർമ്മിക്കാൻ ഒരു ഭാഗ്യം തന്ന ഡോക്ടർ CR സന്തോഷ്, പ്രൊഫസർ ശ്രീകല, പ്രൊഫസർ സുനിൽ, കുമാരി സിത്താര, ഡോക്ടർ രാധാകൃഷ്ണൻ, ഇവിടെ ഭദ്രം കർണേഭി എന്ന് ഒരു നല്ല പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഇത്തിരി കാതും കണ്ണും തുറപ്പിച്ചു തന്ന ആ കൊച്ചു മോള് മുമ്പിരിക്കുന്ന സുന്ദരേശൻ സാർ ഉൾപ്പെടുന്ന മറ്റ് ബഹുമാനരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സഹോദരങ്ങളെ, അധ്യാപകരെ, ഈ വേദിയിൽ വന്ന് ഇരുന്നതിന് ശേഷമാണ്, ഒന്ന് കയറിയപ്പോഴാണ് ഞാൻ ഭാഗ്യവാനാണ് എന്ന് മനസ്സിലായത്. വെറുതെ പറഞ്ഞല്ല. ഡോക്ടർ നിഷാദ് എന്നെ വിളിച്ച് നിരന്തരം ഞാൻ കുറച്ചൊക്കെ വിഷാദം അഭിനയിച്ചെങ്കിലും എന്നെ പ്രേരിപ്പിച്ച് ഫോണിൽ കൂടെ, ഞാൻ അദ്ദേഹത്തെ ഇന്നാണ് കാണുന്നത്, ഫോണിൽ കൂടെ പ്രലോഭിപ്പിച്ച് ഇവിടെ വരാൻ അവസരം ഉണ്ടാക്കി. അപ്പോഴൊന്നും ഒരു പേര് പറഞ്ഞിരുന്നില്ല. ആ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നില്ല. പ്രത്യക്ഷമായിട്ട് എൻ്റെ ഗുരുവല്ലെങ്കിലും ഏത് വിധത്തിലും എല്ലാ വിധത്തിലും നമുക്ക് ഗുരുവായ വാസുദേവൻ ഗോഷ്ഠി ഇത് വല്ലാത്ത ഒരു നാമധേയമാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഉള്ള അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണം ആണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പേടിച്ച് ബോധം കെട്ടേ. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. കേരളത്തിനും നല്ല ലോകത്തിന് തന്നെ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്ത ഒരു ഗുരുപരമ്പരയിലെ തേജസ്സാണ് ഈ മഹാഗുരു. എനിക്ക് ഇത്തിരിയോളം ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. 2 ദിവസം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഞാൻ അധ്യാപന വൃത്തി ഏർപ്പെട്ടിരിക്കുന്ന കാലത്ത് ഇരുന്നിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് കിട്ടി. നമ്മളെ നയിക്കുന്നതിനെ 2 ക്ലാസ് കൊണ്ട് ഓറ്റി സാറ് പറയാതെ പറഞ്ഞു. എന്താണ് സംസ്കൃതത്തിൻ്റെ മനുഷ്യ വികാസശേഷി എന്നും അദ്ദേഹം പറഞ്ഞു. സംസ്കൃതം നന്നായി അഭ്യസിക്കുന്നവൻ സുസംസ്കൃതനാകും എന്ന് പറഞ്ഞതെന്ന് അദ്ദേഹമാണ്. എന്താണ് ഈ ജ്ഞാനഖലനിൽ സരസ്വതി പ്രവർത്തിക്കുന്നില്ല എന്ന് ഭാഗവതത്തിൽ പറയുന്നത്? ജ്ഞാനഖലനിൽ ഈ ദുഷ്ടമായ ജ്ഞാനം ഉള്ളവനിൽ സരസ്വതി തെളിയില്ല. സരസ്വതി തെളിയുന്നത് ജ്ഞാനശുദ്ധല്ല. ആ ജ്ഞാനശുദ്ധി ആത്മശുദ്ധിയാക്കി മാറ്റിയ ഒരു മഹാപുരുഷൻ എന്ന നിലയ്ക്കാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം ജ്ഞാനത്തെ
സ്വയം വിമലീകരിക്കാനും സ്വയം വിനയവാനാക്കാനും ആണ് കൂടുതൽ ഉപയോഗിച്ചത്. വിനയം എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കാനുള്ള യാതൊരു പ്രാപ്തിയും എനിക്കില്ല എന്നും എനിക്കറിയാം. കൊല്ലക്കടയിൽ തൂശിപ്പിക്കുന്ന പോലെയാണ് ഞാനിവിടെ വന്ന് നിങ്ങളുടെ അടുത്തതെല്ലാം പറയാൻ കഴിയുന്നത്. ഒട്ടും ശരിയല്ല എന്ന് അറിയാം. പക്ഷേ ഏത് പരിഷത്തിൽ എങ്ങനെയുള്ളവൻ സംസാരിക്കണമെന്ന് നിരുക്തത്തിൽ യാസ്കൻ വരെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇതൊന്നും വിവരമില്ലാത്തവൻ എന്നെ കൊടുക്കരുതേ എന്ന് ബ്രാഹ്മണനോട് പറയുന്ന ഒരു വാക്യം നിരുക്തത്തിൽ യാസ്കൻ ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്. വിദ്യാഹവൈ ബ്രാഹ്മണം എന്ന് തുടങ്ങുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പോയി. ഇവിടെ എന്തിന് ഞാൻ ഇത് കൊള്ളാവുന്ന ഒരിടമല്ല. ഞാൻ വിളമ്പുന്നത് മറ്റുള്ളവർക്ക് ഭക്ഷ്യമാവണം. ശരിക്കും അങ്ങനെ അതുകൊണ്ട് അവർക്ക് പുഷ്ടികരവും ആവണം, പൗഷ്ടികം ആവണം. പുഷ്ടി ഉണ്ടാക്കുന്നതാണ്. പുഷ്ടി ഉണ്ടാക്കുന്നതല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ വ്യർത്ഥമാകും. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പോറ്റിസാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു വാക്ക് എവിടെ പ്രയോഗിക്കണം എന്ന് ഒന്നുകൂടെ സൂക്ഷിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഏത് വാക്കും അദ്ദേഹമാണ് കൃത്യമായി എനിക്ക് പണ്ട് ആ ക്ലാസ്സിൽ പറഞ്ഞു തന്നത്. എല്ലാവർക്കും വേണ്ടി പറഞ്ഞതാണ്. അപരാധി എന്നതിൻ്റെ വിപരീതം അനപരാധി. താപരാധൻ, നിരപരാധൻ, ഇതാണ് പ്രയോഗം. ഞാൻ അത് വെച്ചാണ് ബാക്കി വാക്കുകളുടെയും ചേരുവകളും ബാക്കി വാക്കുകളുടെ പ്രയോഗങ്ങളും പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഭാഷയെ എത്രമാത്രം ശുദ്ധീകരിച്ച് പ്രയോഗിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് മഹാഭാഷ്യത്തിൽ പതഞ്ജലിയൊക്കെ പറഞ്ഞിട്ടുള്ളതിൻ്റെ ആ വഴി കൂടെ വളരെ സൂക്ഷ്മമായിട്ട് പോകുന്ന ഒരു ഗുരുവാണ് സമൂഹത്തിൻ്റെ ഗുരു. പക്ഷെ ആ ഗുരുവിനെ തിരിച്ചറിയാൻ നമുക്ക് പ്രാപ്തി വേണം. അത് ഗതാനുഗതികത്വം ഉണ്ടാക്കലല്ല. നമ്മുടെ വഴി കൂടുതൽ തിളക്കി പുതിയ വഴി വെട്ടി മുമ്പോട്ട് പോകാനും കൂടിയാണ്. അതിനുള്ള എല്ലാ വിഭവങ്ങളും ഇത്തരം ഒരു ഗുരുവിൽ നിന്ന് കിട്ടാതിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് തന്നെ ഞാൻ പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൊച്ചു വീട്ടിൽ പോയി ഇരുന്നിട്ട് മനീഷാ പഞ്ചകത്തെക്കുറിച്ച് ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട്. അതും എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പരിവർത്തനം ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും എൻ്റെ കാഴ്ചകളിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കി. ശരിയായി ഇത്തരം കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ നമുക്ക് കണ്ണു തെളിയും. ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് വ്യക്തമല്ലായിരിക്കും. ചിലപ്പോൾ ചിലതിൻ്റെ വിപരീത ഭാവങ്ങളായിരിക്കും നമുക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഏതോ ഇരുട്ടിൽ മറഞ്ഞ് കിടപ്പുണ്ടാവും. ചിലപ്പോൾ വേറെ തിളക്കം കൊണ്ട് തത്വം മറഞ്ഞിരിക്കും. സത്യസ്യാവിഹിതം മുഖം എന്ന് പറഞ്ഞ മാതിരി തന്നെ. ഇതൊക്കെ നേരെ കാണാനുള്ള വഴികൾ ഒരു ഭാഷയ്ക്കകത്തുണ്ടോ എന്ന് നോക്കാം. ഞാൻ പോറ്റിസാറിൽ കൂടെ തന്നെ കഷ്ടിച്ച് നടക്കാൻ ശ്രമിച്ചപ്പോൾ അല്പാക്ഷരനായ എനിക്ക് പോലും ഇത്തിരിശെ തെളിഞ്ഞു. നമ്മുടെ ഈ സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയ്ക്കുള്ളിൽ സർവ വിഷയങ്ങളുടെയും സൂക്ഷ്മതത്വം എവിടെ കൂടെയോ അടങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിനീതമായി തോന്നുന്നത്. ഞാൻ പറയുന്നതിൽ കുറവുകൾ കാണും, അബദ്ധങ്ങൾ കാണും, ചിലപ്പോൾ എൻ്റെതായ ശാഠ്യങ്ങളോ പാക്ഷികമായ പക്ഷം പിടിച്ചുള്ള ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നുകൊണ്ടുള്ള കാഴ്ചകളോ കണ്ടേക്കും. അതെല്ലാ മനുഷ്യനും സ്വാഭാവികമാണ്. പക്ഷെ എൻ്റെ ആഗ്രഹം എൻ്റെ കാഴ്ചകൾ കഴിയുന്നത്ര
കുറ്റമറ്റത് തന്നെ ആയിരിക്കണം എന്നാണ്. ഭദ്രം കർണേഭി ശൃണുയാമ ഭദ്രം പശ്യേമ അക്ഷതി. കണ്ണുകൾ കൊണ്ട് ഭദ്രമായത് കാണുമാറാകണം. കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട് ഭദ്രമായത് കേൾക്കുമാറാകണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് വലിയ സാങ്കത്യം ഏതു വിധത്തിലും ഉണ്ട്. എന്നുവെച്ചാൽ നാം ഭദ്രമായത് കാണണം എന്നാഗ്രഹിക്കുന്നു. വളരെ സാമൂഹികമായി നോക്കുമ്പോൾ എനിക്ക് എല്ലാം ഭദ്രമായിരിക്കണം കാണുന്നത്, എനിക്ക് കേൾക്കുന്നതും ഭദ്രമായിരിക്കണം, എനിക്ക് നന്നായിരിക്കണം എന്നാണ്. അതിലേക്കാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. എനിക്കെല്ലാം നന്നായിരിക്കണം, എനിക്കെല്ലാം സുഖമായിരിക്കണം, ഞാൻ കാണുന്നതും എനിക്ക് നല്ലതായിരിക്കണം, ഞാൻ കേൾക്കുന്നതും എനിക്ക് നല്ലതായിരിക്കണം, ഞാൻ രുചിക്കുന്നതും എനിക്കിഷ്ടപ്പെട്ടതായിരിക്കണം. അങ്ങനെ സ്വാർത്ഥതയിലേക്ക് ഒതുങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയല്ല, എല്ലാവർക്കും എല്ലാ കേൾവിയും ഭദ്രമാകണം, എല്ലാം ഭദ്രമായി ശ്രോതവ്യം ആവണം, നന്നായിട്ട് ശ്രോതവ്യമായ അത് മന്തവ്യവും ആവും, അത് മനനത്തിലേക്ക് നയിക്കും. നല്ല കേൾവി എന്നത് സമൂഹത്തിന്റെ ആവശ്യം. കേൾവി തെറ്റിപ്പോകാൻ പാടില്ല. ഇന്നത്തെ അവസ്ഥ വെച്ച് നമുക്കിത് പരിശോധിക്കാം, ശ്രദ്ധിച്ചു നോക്കണം. നമ്മൾ കേൾക്കുന്നതെല്ലാം നല്ല കേൾവിയാണോ? കേൾപ്പിക്കുന്നതെല്ലാം നല്ലതാണോ? നന്നായി കേൾക്കണം എന്നെനിക്ക് നിഷ്ഠയുണ്ടെങ്കിൽ നന്നായി കേൾപ്പിക്കണം. അതാണ് സ്വന്തം പരിശീലനം. ആ സ്വന്തം പരിശീലനത്തിന് നമ്മൾ ഞാൻ ശരിയാണ്, എല്ലാവർക്കും എല്ലാം ഉള്ളവനാണ്, നല്ലത് പറഞ്ഞ ആത്മസംസ്കരണത്തിന്റെ ഒരു പാഠമാണ്. എന്ന് പറയുന്നൊരു ഈ മന്ത്രം സർവലൗകിക പാഠം, പാഠം. നമ്മൾ ബുദ്ധനിലേക്ക് പോകുമ്പോൾ ഈ പാഠം പഠിക്കുന്നു. പക്ഷെ ബുദ്ധനിൽ നിന്ന് നമ്മൾ ഈ പാഠം ഒന്നും പഠിക്കാറില്ല, പ്രതിമ മാത്രമേ വെക്കാറുള്ളൂ. ബുദ്ധനിലെ നമുക്ക് നമ്മുടെ കാര്യം, മനുഷ്യൻ പിശാചിനേക്കാൾ സ്വാർത്ഥതയിലേക്ക് നയിക്കപ്പെട്ടതാണ് ലോകപാഠം. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ലോകത്ത് എത്ര കോടി ജനങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ട്.
ലോകത്ത് എത്ര ലക്ഷം കുഞ്ഞുങ്ങൾ ദിവസവും കൊല്ലപ്പെടുന്നുണ്ട്? നമ്മളൊക്കെ ലോകത്തോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണിത്. ഒരായുധം പൊട്ടുമ്പോൾ, ഒരു ബോംബ് പൊട്ടുമ്പോൾ എത്ര കുഞ്ഞുങ്ങൾ, മനുഷ്യ കുഞ്ഞുങ്ങൾ മാത്രമല്ല മറ്റു ജന്തുക്കൾ ഉൾപ്പെടെ എത്രയോ എത്രയോ കുഞ്ഞുങ്ങൾ നശിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടി ഒരു മനുഷ്യനെയോ 9 മനുഷ്യനെയോ കൊല്ലാൻ വേണ്ടി കോടി കോടി ഡോളർ മുടക്കി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആയുധങ്ങൾ. ഈ ആയുധം ആർക്ക് വേണ്ടി? അക്ഷരം കൊണ്ട് ആത്മശുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും അധികം ആയുധങ്ങൾ ഉണ്ടാക്കി ശേഖരിച്ചു വെച്ച് അന്യോന്യം പ്രയോഗിച്ച് താനും കെട്ട് മറ്റുള്ളവരുടെ കെടുത്തി ജീവിക്കാൻ നമുക്ക് തോന്നില്ല. നമുക്ക് കിട്ടുന്ന പാഠം, ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്: സഹനാ ഭവതു സഹനൗ ഭുനക്തു. നമ്മളെ ഒരുമിച്ച് പാലിക്കുമാറാകണം. ഞങ്ങൾക്കൊരുപോലെ, ഇരുകൂട്ടർക്കും ഒരുപോലെ അന്നം തരുമാറാകണം. സഹവീര്യം കരവാവഹൈ. ഒരേ വിധത്തിലുള്ള ബലവീര്യങ്ങൾ നമുക്ക് നൽകുമാറാകണം. എനിക്ക് കൂടുതലും അവന് കുറച്ചുമില്ല, ഒരുപോലെ. അതാണ് സമദർശനം. പാരസ്പര്യം അങ്ങനെയാണ് വരുന്നത്. മാ വിദ്യുഷാവഹൈ. നമുക്ക് വിദ്വേഷം അന്യോന്യം ഉണ്ടാകാതിരിക്കണം. ലോകത്ത് വലിയ ശാന്തി പാഠങ്ങളിൽ ഒന്ന് തന്നെയാണിത്. ഇത് ലോകത്ത് ആ വിധത്തിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് നാവുണ്ടാവണം. ഒരു ഭാഷ കേവലം ലിപിയല്ല, കേവലം ചത്തുപോയ ശബ്ദങ്ങളല്ല, പക്ഷെ മനുഷ്യന്റെ ആത്മാവിൽ നിത്യം സ്പന്ദിക്കുന്ന സർവജീവരാശികളെയും സ്പർശിച്ച് ഉണർത്തി പുലർത്തി കൊണ്ടുപോകുന്ന ചൈതന്യം, ആത്മീയമായ ചൈതന്യമാണ് ഒരു ഭാഷയായി രൂപപ്പെടുന്നത്. അത് നമുക്ക് മിക്കവാറും പേർക്ക് മനസ്സിലാവും. നമ്മൾ ഇന്ന് പഠിപ്പിച്ചിരിക്കുന്നത് ഭാഷ എന്നത് വിനിമയത്തിനുള്ള ഒരു ശാബ്ദികോപാധി എന്ന മട്ടാണ്. ഇത് വിനിമയത്തിനുള്ള ശാബ്ദികോപാധി മാത്രമാണ്. സൈക്കോലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്നവരും ഇതൊക്കെയാണ് പറയുന്നത്. ഈഗോട്ടിക്സിക് അനലൈസർ പ്രവർത്തിച്ചിട്ടാണ് ഇന്ന രീതിയിൽ കുഞ്ഞ് കരയുന്നത് എന്നൊക്കെ പറയും. പക്ഷേ ഇതിനുമപ്പുറത്ത് നമ്മുടെ വാഗ്ദർശനങ്ങൾ അപാരമാണ്. ഭാരതീയമായ വാഗ്ദർശനം പടിഞ്ഞാറന്മാർ ആ വിധത്തിൽ പഠിച്ചിട്ടില്ല എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നു. എൻ്റെ അറിവ് കുറവായിരിക്കും, അല്ലെങ്കിൽ അബദ്ധമായിരിക്കും. പടിഞ്ഞാറന്മാർ പഠിച്ച പലതിനെക്കുറിച്ചും ഞാൻ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഇങ്ങേയറ്റം ഷെൽഡൻ പുള്ളോക്ക് വരെയുള്ളവർ പഠിച്ചതിൽ പിശകുകൾ ഉണ്ട്. നമ്മൾ അവരെയാണ് അനുസരിക്കുന്നത്. മാക്സ് മ്യൂളറോ അല്ലെങ്കിൽ ഗോൾസ്റ്റൂക്കറോ അത് ഇങ്ങേയറ്റം ഷെൽഡൻ പുള്ളോക്കോ പറയുന്നതിനപ്പുറത്തേക്ക് വേദമില്ല എന്ന് കരുതുന്ന തരത്തിൽ മൂഢന്മാരായിപ്പോയി നമ്മൾ എന്നത് പ്രധാനമാണ്. മൂഢ പരപ്രത്യയനേയ ബുദ്ധി. നമ്മൾ പരപ്രത്യയനേയ ബുദ്ധികളാണ്. വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഇന്നും മാർഗപാഠം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ വിദ്യാഭ്യാസ സിദ്ധാന്തങ്ങളും ശൈലികളുമാണ്. മോണ്ടിസോറി തുടങ്ങിയിട്ടുള്ളതുവരെ പടിഞ്ഞാറൻ രീതികളാണ്. നമ്മളെ കുട്ടിയെ ആദ്യം പഠിപ്പിക്കുന്ന ബാബാ ബ്ലാക്ക് ഷീപ്പൊക്കെ ആയിരിക്കും. കുഴപ്പമൊന്നുമില്ല, ഒരു ഷീപ്പിനെ കുറിച്ചാണല്ലോ, അതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ കുട്ടികൾ ആദ്യം പഠിക്കേണ്ടുന്നത് മഹാവിദ്യുഷാവകൻ എന്ന് പറയുന്ന ദ്വേഷിക്കരുത്, സ്നേഹിക്കണം. ഒന്നാനാം കൊച്ചുതുമ്പി എന്ന പാട്ടുണ്ടായ നാടാണ് നമ്മുടെ. ബാബാ ബ്ലാക്ക് ഷീപ്പ് എന്നതുപോലെ തന്നെ ഒന്നാനാം കൊച്ചുതുമ്പി എൻ്റെ കൂടെ പോരുമോ നീ എന്നാണ്. അപ്പോ ബാബാ ബ്ലാക്ക് ഷീപ്പിന്റെ അർത്ഥം കുട്ടി മനസ്സിലാക്കി വരുമ്പോൾ, നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കി വരുമ്പോൾ സമയം കൂടുതൽ എടുക്കും. അത് തീർച്ചയാണ്. അല്പം കഴിഞ്ഞാൽ മനസ്സിലാക്കും. അത് നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കുക. എന്റെ ബാബാ ബ്ലാക്ക് ഷീപ്പ്
ഹബി എനി ഊൽ. യെസ് സർ, യെസ് സർ. 3 bags full. അപ്പൊ കയ്യിൽ എന്തുണ്ടെന്നാ ചോദിക്കുന്നത്. അത് എനിക്ക് തരൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒന്നാനാം കൊച്ചു തുമ്പി എന്ന് പാട്ടുണ്ടാക്കിയപ്പോ കുഞ്ഞു പാടിയത് എൻ്റെ കൂടെ പോരും അമ്മി. നിന്റെ കൂടെ പോന്ന് വന്നാൽ എന്തെല്ലാം തരും എനിക്ക്. കളിപ്പാൻ കളം തരാം, കുളിക്കാൻ കുളം തരാം, കുമ്പിടാൻ കോവിലുണ്ട്, കൂടെ വരാൻ തേവരുണ്ട്, കൈതോർത്താൻ പുള്ളിപ്പട്ട്, കൈ കഴുകാൻ വെള്ളിക്കിണ്ടി, ഇട്ടിരിക്കാൻ പൊന്തെടുക്ക്, ഇരുന്നുണ്ണാൻ പൊൻതളിക, ഇതൊക്കെ തരാം, അങ്ങോട്ട് തരാം എന്നാണ് ആലോചിച്ച് നോക്കണം. ഇങ്ങോട്ട് കൊടുക്കാമെന്ന് പറയുന്നിടത്താണ് വിശ്വസൗഹൃദം വരുന്നത്. ഒരു തുമ്പിയുമായി പോലും ജീവിതത്തിൽ അങ്ങോട്ട് കൊടുത്തുള്ള ഹൃദയബന്ധം സ്ഥാപിക്കാനുള്ള ബാലപാഠം നമുക്കുണ്ട്. എടുക്കുന്ന പാഠമല്ല, കൊടുക്കുന്ന പാഠം. ഒരു ഭാഷയ്ക്കുള്ളിൽ ഒരു സംസ്കാരം ഉണ്ടെന്ന് പറയുന്നതാണ്. ഭാഷയുടെ സംസ്കാരം. ഭാഷ തന്നെ എന്താണ്? ഒരു സംസ്കാരമുള്ള ജനതയിൽ നിന്നുണ്ടാകുന്ന അവന്റെ സംസ്കാരത്തിന്റെ, ദർശനത്തിന്റെ, അനുഭവത്തിന്റെ, വികാരത്തിന്റെ, അറിവിന്റെ, ഭരണത്തിന്റെ, അന്നത്തിന്റെ എല്ലാം ഉച്ചാരണമാണ് ഭാഷ. സ്ഥലകാലങ്ങളുടെ സംഘഗാനം എന്നാണ് ഞാൻ അതിനെ പറയാറ്. ഭാഷയെ സ്ഥലവും കാലവും ചേർന്ന് ഒരുമിച്ച് ഉച്ചരിക്കുന്നതാണ്, പാടിപ്പോകുന്നതാണ്, അറിയാതെ പാടിപ്പോകുന്നതാണ്, അറിയാതെ വരുന്നതാണ് ഭാഷ. ശരിക്കും നിഗദിതം എന്നൊക്കെ പറയും. ബ്രാഹ്മി, ഭാരതി, ഭാഷ, ഗീർ, വാക്ക്, പാണി, സരസ്വതി, വ്യാഹാര, മുക്തി, ലഭിതം, ഭാഷിതം, വചനം, വചസ്, ഇതൊക്കെ അമ്പരം പറയുന്ന അമരകോശത്തിൽ ഇത്രയും പര്യായങ്ങളെ പറയുന്നുള്ളൂവെങ്കിലും വാക്കിൽ ഇത്രയും പര്യായങ്ങളല്ല ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാം. എനിക്ക് അത്രയും അറിഞ്ഞുകൂടാ. നിങ്ങൾ നൃത്തത്തിൽ വാങ്നാമാനി 53 ഉണ്ട്. അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ്. വാക്കിനെ സൂചിപ്പിക്കുന്ന 53 പദങ്ങൾ അത് നൃത്തത്തിലും അതെല്ലാം കുറച്ചൊക്കെ ലാക്ഷണികമായിരിക്കും, വളരെ അലങ്കാരികമായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രസക്തിയുള്ളതായിരിക്കും. വരുന്ന ഒരു ശബ്ദത്തിൽ അവന്റെ സംസ്കാരവും അവന്റെ പൂർവ്വ സ്മൃതികളിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന സംസ്കാരവും കൂടെ ഉണ്ടാവും. ഞാൻ ഉച്ചരിക്കുന്ന ഒരു വാക്ക്, ഞാനിപ്പോ ഉച്ചരിക്കുന്ന ഒരു വാക്ക്, ഏന ഉച്ചാരിതം എന്നൊക്കെയാണല്ലോ ഈ മഹാഭാഷ്യത്തിൽ പതഞ്ജലിയൊക്കെ പറയുന്നത്. ഈ ഉച്ചരിക്കുക എന്നത് തന്നെ, ആ വാക്ക് തന്നെ അതിന്റെ പുറകിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്, ഇന്നല്ല. ഞാൻ ഉച്ചരിക്കുന്ന വാക്കിൽ എത്ര കാലങ്ങൾ സ്പന്ദിക്കുന്നുണ്ട്, എത്ര ആളുകളുടെ നാവുകൾ അതിൽ സ്പർശിച്ചിട്ടുണ്ട്, എത്ര ആളുകളുടെ ഊഷ്മളതകൾ അതിൽ ചേർന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം. അപ്പൊ ഞാൻ ഒരു വാക്കുച്ചരിക്കുമ്പോൾ ഞാൻ ഒരുപാട് മനസ്സുകളെയാണ് ഉച്ചരിക്കുന്നത്, ഒരുപാട് മനോഭാവങ്ങളെയും കൂടെയാണ് ഉച്ചരിക്കുന്നത്. ഞാൻ ഒരുപാട് കാലങ്ങളുടെ തരംഗങ്ങളെയാണ് പ്രസരിപ്പിക്കുന്നത് ഒരു വാക്കിൽ കൂടെ. അതുകൊണ്ടാണ് വാക്ക് സംഗീതം ആയിരിക്കുന്നത്. കാലം പകർന്നു വരുന്നതാണ് സംഗീതം. മാത്ര വിട്ട് പിന്നെയും സഞ്ചരിക്കുന്നതാണ് നാദത്തിന്റെ സ്പന്ദ തരംഗങ്ങൾ. ആ സ്പന്ദ തരംഗങ്ങൾ പരോക്ഷമായി നോക്കുമ്പോൾ, പരോക്ഷമായിട്ടല്ല സൂക്ഷ്മമായി നോക്കുമ്പോൾ പൂർവകാലങ്ങളിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. ഒരു വാക്കും തനിച്ചല്ല, ഒരു വാക്കും വിഭക്തമല്ല. കാലത്തിൽ നിന്ന് വിഭക്തമല്ല ഒരു വാക്കും. കാലത്തിൽ നിന്ന് അടർത്തി മാറ്റി ഇതാ എന്റെ വാക്ക് എന്ന് പറയാനൊക്കില്ല. ഇത് എന്റെ വാക്കാണ് എന്ന് പറയാൻ ആർക്കാണ് നാക്കുള്ളത്? പറ്റില്ല. ഇതെല്ലാവരുടെയും വാക്കാണ്. പൂർവന്മാർ മുഴുവൻ പല രീതിയിൽ ഉപയോഗിച്ചതാണ്. ആ പൂർവന്മാർ ഉപയോഗിച്ചപ്പോ പല സന്ദർഭങ്ങളിൽ പല അർത്ഥധ്വനികൾ അവയ്ക്കുണ്ടായിരിക്കും. ആ അർത്ഥധ്വനികൾ മുഴുവനും നമുക്കിപ്പോ കിട്ടുന്നുണ്ടാവില്ല.
തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല അർത്ഥധ്വനികൾ മുഴുവൻ. തമിഴർക്ക് സംസാരം എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയാണ്, അല്ലേ? നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും അഴകിയ ചൊക്കലിംഗപിള്ള സാറ് ചെയ്ത വേല. കേട്ടിട്ടുണ്ടോ? കുട്ടികൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അഴകിയ ചൊക്കലിംഗപിള്ള അദ്ദേഹം യാദൃശ്യമായിട്ട് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ, കേരള യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ അദ്ദേഹം ചെയ്ത എന്തോ ഒരു സംഗതി അഴകിയ ചൊക്കലിംഗപിള്ള സാറിന് അത്ര രസിച്ചില്ല. വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോ യൂണിവേഴ്സിറ്റി പ്രൊഫസർ എന്ന ആ പദവിയും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ചൊക്കലിംഗപിള്ള സാറ് ഈ ലൈബ്രറിയനെ അങ്ങ് ശകാരിച്ചു. ഇത് വെറുതെ ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുന്നു, ജോലി ചെയ്യുന്നില്ല, വിവരം കെട്ടവൻ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സഹിക്കാൻ വയ്യാതായപ്പോ പാവം ഈ ലൈബ്രറി പ്രൊഫസർ സാറിന്റെ സംസാരം അത്ര ശരിയല്ല. ഇദ്ദേഹം മലയാളിയായിരുന്നു, ചൊക്കലിംഗപിള്ള സാറ് തമിഴനായിരുന്നു. അപ്പൊ ചൊക്കലിംഗപിള്ള സാറ് കൈ നീട്ടി എന്ത് ചെയ്തിരിക്കും? ലൈബ്രറിയനെ അടിച്ചു. ഇതാ സംഭവിച്ചത്. പണ്ട് നമ്മുടെ അതാരേ അതിസംസാരേ എന്ന് അഭിനവ് ഗുപ്തൻ പറഞ്ഞ ആ സംസാരമല്ല തമിഴന്റെ സംസാരം. കാലം മാറിയപ്പോ, സന്ദർഭം മാറിയപ്പോ താത്കാലികമായിട്ടെങ്കിലും അതിന് അർത്ഥവ്യത്യാസം വന്നു. അതെല്ലാ ലോകത്തും എല്ലാ ഭാഷയിലും സംഭവിച്ചു കൂടുന്നതാണ്. പലപ്പോഴും എല്ലാ ഭാഷയിലും അതുണ്ടായിട്ടുണ്ട്. ലോകത്ത് ഒരുപാട് ഭാഷകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തെറ്റായ ധാരണ കൊണ്ടും പ്രയോഗപ്പഴക്കം കൊണ്ടും സാന്ദർഭികമായ സംഗതി കൊണ്ടും മറ്റേതെങ്കിലും കാവ്യപരമായ പ്രയോഗം കൊണ്ടും ഉണ്ടാകാം. കാവ്യപരമായ പ്രയോഗം കൊണ്ടുണ്ടാകുന്നതിന് ഒരു ഉദാഹരണം സംസാരം തന്നെ. സംസാരം ലൗകിക ജീവിതമാണ്. ഈ ലൗകിക ജീവിതത്തിലാണ് ഭാര്യാഭർത്തൃബന്ധം വരുന്നത്. അത് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു വ്യക്തിയുടെ സംസാര ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട അംശമായ ഭാര്യയ്ക്ക് സംസാരം എന്ന് തന്നെ പേര് കൊടുത്തത്. അവൾ ഇല്ലെങ്കിൽ എനിക്ക് സാംസാരിക ജീവിതം ഇല്ല. ഒരഭേദ്യത കൂടെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് തമിഴൻ. എന്റെ സംസാരം എന്ന് പറഞ്ഞാൽ എന്റെ ഭൗതിക ജീവിതത്തിന്റെ അവിച്ഛേദ്യമായ ഭാഗം എന്നാണ് അർത്ഥം. ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഒരുമ കൂടെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ പലതും ആവാം, പക്ഷെ മറ്റേ സംസാരമല്ലേ. കാലം കഴിയുമ്പോൾ ദേശപരമായി ചില വ്യത്യാസങ്ങൾ ഇതുകൊണ്ടുണ്ടാകും, തീർച്ചയായിട്ടും. പക്ഷേ ഒരു ഭാഷയിൽ അത്രയും അധികം ധ്വനികൾ ഉണ്ട് എന്ന് സംസ്കൃത ഭാഷ നമ്മളെ പഠിപ്പിക്കുന്ന. കൂടുതലും നമ്മുടെ മറ്റ് പ്രാദേശിക ഭാഷകളുടെ അവസ്ഥകളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. എല്ലാ പ്രാദേശിക ഭാഷകളിലും ഏകസമയം വ്യാപിച്ചു നിൽക്കുന്ന ഒരു പൂർവജന സംസ്കാരത്തിന്റെ സ്വരമാണ് സംസ്കൃതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ പ്രാദേശിക ഭാഷകളിലും അത് അങ്ങ് വ്യാപിച്ച് കിടപ്പുണ്ട്. ആദ്യം ഏതുണ്ടായി എന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നും ഇപ്പൊ ഇല്ല. അങ്ങനെ അന്വേഷിച്ച് പോയാൽ ആരുടെയും തർക്കം ഒരിടത്തും അവസാനിക്കില്ല. അണ്ടിയോ മാങ്ങയോ മാവോ മൂത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇരിക്കും. നമുക്ക് എത്ര ആഴത്തിൽ തപ്പിയാലും തമിഴാണ് ലോകത്തിലെ ആദ്യ ഭാഷ എന്ന് സ്ഥാപിച്ചെടുക്കാൻ വ്യക്തമായ തെളിവൊന്നും ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഈ പ്രായത്തിലും ഞാനിപ്പോഴും വാസ്തവത്തിൽ ഇപ്പോഴും നിങ്ങളെപ്പോലെ ഒരു വിദ്യാർത്ഥിയാണ്. കഴിയുന്നത്ര പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കഴിയുന്നത്ര തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തെറ്റരുതേ എന്ന് പ്രാർത്ഥിക്കാനും ശ്രമിക്കുന്നുണ്ട്. ശരിക്കും ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് അതുകൊണ്ട് തന്നെ വേറെ കൊതിയൊന്നും ഉണ്ടായിട്ടില്ല. ഇത്തിരി കൊല്ലം കൂടെ ജീവിച്ചിട്ടുള്ളതാണ്. സത്യമായിട്ട് വേറെ ഒരു നേട്ടത്തിനുമല്ല. അത് അമ്മ സത്യം പറയുകയാണ്, വേറെ നേട്ടങ്ങൾക്കൊന്നിനുമല്ല. ഇത്തരം ചില കാര്യങ്ങൾ കൂടുതൽ അറിയാൻ കഴിയണം. നമ്മൾ എത്ര അന്വേഷിച്ചു പോയാലും പിടികിട്ടാത്ത തരത്തിലുള്ള വ്യാപ്തി
സംസ്കൃത ഭാഷയുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇത് ഞാൻ ഓരോ ദിവസവും വിസ്മയിച്ചു പോകുന്ന ഒരു വസ്തുതയാണ്. സംസ്കൃത ഭാഷ പഠിക്കും തോറും എത്ര പോയാലും അന്തമില്ലാത്ത ആകാശം പോലെ അത് വിസ്മയിപ്പിക്കുന്നു. അതിന്റെ ഘടനയാണ്, അതിന്റെ ശാസ്ത്രീയതയും അതാണ്, അതിന്റെ ഗണിതം അതാണ്, അതിന്റെ സംഗീതം അതാണ്, അതിന്റെ പ്രപഞ്ച സംഗ്രഹണശേഷി അതാണ്, പ്രപഞ്ചത്തിന്റെ ഉപവ്യാപ്തി. അവിടെ സമുദ്രമിക ഗാംഭീര്യ എന്നതിന് പൊതുവെ ഞാൻ അർത്ഥം ആദ്യകാലത്ത് പഠിച്ചത് നമ്മുടെ ഭൂമിയിലെ സമുദ്രം എന്നാണ്. പക്ഷെ അതല്ല സമുദ്രം, പരമാകാശമാണ് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കാളിദാസൻ നന്നായിട്ട് അറിയുന്ന ആളാണ്, പ്രതിപത്തി നന്നായിട്ടുള്ള ആൾ തന്നെയാണ്. ഉണ്ടായിരുന്നു പറഞ്ഞ മനുഷ്യനാണ്. എൻ്റെ വേദകാലത്തിനുപുറം കണ്ടതിൽ എൻ്റെ ഇതിഹാസകാരന്മാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ആരാധിക്കുന്ന അപാര കവി, ലോകകവി എന്ന് പറയുന്നത് കാളിദാസനാണ്. അധികം ഒന്നും വേണ്ട, മേഘദൂതം മാത്രം മതി എന്ന് ഞാൻ കരുതുന്നു. ശരിക്കും മേഘദൂതം കയ്യിൽ കിട്ടിയ ഭാരതീയർ എത്ര ശൂന്യാകാശ യാത്ര നടത്തിയാലും പ്രാപിക്കാൻ കഴിയാത്തത്ര ലോകങ്ങൾ മേഘദൂതത്തിൽ കൂടെ കിട്ടും എന്ന് വളരെ വ്യക്തമാണ്. ഉത്തരമേഘം ശ്രദ്ധിച്ച് വായിക്കണം എന്നാണ് എന്നോട് തന്നെയുള്ള ഒരു ഉപദേശം. ഞാൻ ഉത്തരമേഘം വളരെ കോരിത്തരിപ്പോടെ വായിച്ചിട്ടുണ്ട് പൂർവമേഘത്തെക്കാൾ. പൂർവമേഘം കുറച്ചുകൂടെ ഭാരതത്തിന്റെ മണ്ണിൽ നിൽക്കുന്നതാണ്. ഉത്തരമേഘം എന്ന് പറഞ്ഞാൽ ഉത്തമമേഘം. ഉത്തരം മാത്രമല്ല, മുകളിലാണ് പോകുന്നത്. ഭാവനയിലും ആവിഷ്കാരത്തിലും ഭൂസ്വഭാതാളങ്ങൾ ഒരുമിപ്പിക്കുന്ന മത്ശക്തി അതിലേക്ക് പകർന്നത് എന്ന് ചിന്തിക്കാൻ പറ്റും. ഈ സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയുടെ ശക്തി എന്താണെന്നില്ല. ഞാൻ സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയിൽ ഈ നമ്മുടെ നാടിന്റെ എല്ലാ ജനതയുടെയും ഭാഷയെ കാണുന്നു എന്നതാണ് വാസ്തവം. എല്ലാ ജനതയുടെയും ഭാഷ. ആ ഭാഷ, സംസ്കൃതം എന്ന ഭാഷ ഒറ്റപ്പെട്ട പിൽക്കാലത്ത് പ്രാകൃതത്തിൽ നിന്ന് സംസ്കരിക്കപ്പെട്ട് വന്ന ഭാഷ എന്നൊക്കെ പലരും നമ്മെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതല്ല എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും പഠിച്ചു ചെല്ലുമ്പോൾ. ഈ പാണിനിക്ക് മുമ്പ് എങ്ങനെ സംസ്കൃതം ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കാവുന്നത്. പാണിനിക്ക് മുമ്പ് ഈ അയുണ്ട്രിലേക്കേവോങ് ഐവോച്ച് എന്ന സൂത്രം പാണിനി പറയണമെങ്കിൽ ആ പാണിനിക്ക് ഈ പദങ്ങളെ എങ്ങനെ ഇത്ര ഗണിതശാസ്ത്രപരമായി ഈ വർണ്ണങ്ങളെ ഒതുക്കി വെക്കാൻ കഴിഞ്ഞു, സൂത്രരൂപത്തിൽ വെക്കാൻ കഴിഞ്ഞു. ഏറ്റവും കാർഡോണോ തുടങ്ങിയിട്ടുള്ളവർ ഇപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കുറേ അധികം ലേഖനങ്ങളും പഠനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാനതിൽ പണ്ഡിതനൊന്നും അല്ലെങ്കിലും ഒട്ടും അതിന് യോഗ്യനല്ലെങ്കിലും ഈ ആകാംക്ഷ കൊണ്ട് വായിക്കുന്ന, ഞാൻ മലയാളം മാത്രം പഠിപ്പിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണ് ശരിക്കും. പക്ഷെ ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നു. കാരണം നമ്മുടെ ഭാഷയിലെ ഒരു വാക്കിൽ പിടിച്ചാൽ പുറകോട്ട് നമുക്ക് ആദിമ മനുഷ്യൻ വരെ പോവാം. ചിലപ്പോൾ ആ ഒരു വാക്കിൽ പിടിച്ചാൽ നമുക്ക് വടക്കേ അമേരിക്ക വരെയും ചിലപ്പോൾ പോകാം. ഒരു വാക്ക് കാലത്രയാശ്വം എന്ന് ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട്. വാക്കുകൾ കാലത്രയാശ്വങ്ങൾ സുസ്വരതാളപക്ഷങ്ങളാൽ എന്നെയും എടുത്ത് അമൃതലോകം കവർന്നു പാറുന്ന ഗരുഡന്മാർ. ഒരു വാക്കിൽ കയറിയാൽ ഒരുപാട് ലോകത്ത് പോകാം. എന്നെ വളരെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കോടാലി എന്ന് പറയും. കോടാലി മഴു
പരശുരാമൻ എന്നതിനെ തീരെ മലയാളമാക്കിയാൽ കോടാലി രാമൻ എന്നും നോക്കി വിളിക്കാം. ആ കോടാലി എങ്ങനെ വന്നു എന്ന് ഞാൻ നോക്കിയപ്പോ ഇപ്പൊ കുഠാരം, കട്ടാര കിട്ടി. ശ്രീരാമപിള്ളയുടെ ഒരു നോവലിൽ, രാമരാജ ബഹുദൂരത്തുന്ന നോവലിൽ, നാട്ടും പുറത്തുനിന്ന് വന്ന അഴകംപിള്ള രാജാവ് എന്ന് കാണുന്ന ഒരു വൃദ്ധനാണെന്നേ അറിയാവൂ, രാജാവാണെന്ന് യമനെ തിരിച്ചറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആ രാജാവ് അങ്ങ് പെട്ടവത്തിൽ വെച്ച് കൂട്ടിയിരിക്കുന്നു. പെട്ടവം എന്നതിന്റെ നാട്ടും പുറത്ത് കൂടി, പെട്ടവത്തില് പെട്ടകം, പെട്ടി, ഇത് തന്നെയല്ലേ പേടകം. നമ്മൾ പലക എന്ന് പറയുന്നു, പിന്നെ കുറച്ചുകൂടെ നമ്മൾ നീങ്ങിപ്പോയാൽ ഫലകം എന്ന് പറയും. ഞാൻ ഒറീസയിൽ കുറച്ച് ദിവസം താമസിച്ചപ്പോൾ അവിടെ ഫലക എന്നാണ് പറയുന്നത്. അപ്പൊ ഫലകവും പലകയും എല്ലാം ഒന്നാണ് എന്നെനിക്ക് മനസ്സിലായി. ഞാനിവിടെ അരുൾ ജ്യോതിയിൽ പണ്ട് ചിലപ്പോഴൊക്കെ ആഹാരം കഴിക്കാൻ കയറിയിട്ടുണ്ട്. നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ എതിരെയുള്ള അരുൾ ജ്യോതി എന്ന് പറഞ്ഞൊരു വളരെ പണ്ട് കയറിയിട്ടുണ്ട്. ഇപ്പോഴല്ല, ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറില്ല കഴിയുന്നത്. വീട്ടിൽ ഒരു ആളുള്ളത് കൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോവുക. കുറച്ച് മതി അന്നം എന്നുള്ളത്. തെരുവ് ഭക്ഷണം എന്തായാലും ഇല്ലതാണ്. ഇത് പണ്ട് ഒറ്റയ്ക്കൊക്കെ ജീവിച്ചിരുന്നാൽ ചിലപ്പോൾ ഒരു കൊതി കൊണ്ട് ഒരു അരുൾ ജ്യോതി കയറി ഇത്തിരി ആഹാരം കഴിക്കും. അന്ന് തന്നെ അവിടെ നിൽക്കുന്ന നേരെ അക്ഷരം പഠിക്കാത്ത തമിഴ് കഷ്ടിച്ചറിയാവുന്ന വിളമ്പുകാരൻ അവൻ വന്ന് ചോദിക്കും, റോ റൈസാ ബോയിൽഡ് റൈസാ? അപ്പൊ ഞാൻ ബോയിൽഡ് റൈസ്, ഞാനും പറയും ഞാൻ റൈസ് ആവും. കുറച്ചു കാലം നോക്കിയപ്പോൾ ഇവ എങ്ങനെ ഈ റൈസ് പിടിച്ചത്? റൈസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ മാന്യനാവില്ല എന്നിപ്പോഴും നമ്മൾ വിചാരിക്കുന്നു. ഈ റൈസ് എങ്ങനെയാണ് ഞാൻ തപ്പി നോക്കിയപ്പോ എന്റെ പേര് ഇംഗ്ലീഷിൽ ഒറൈസ സറ്റൈവ, ഒറൈസ. ഈ ഒറൈസ എവിടെ നിന്ന് നോക്കുമ്പോ ഗ്രീക്കില് ഇത് ഒറിസി. ഈ ഒറിസി എങ്ങനെയാന്ന് എനിക്ക് അല്പം നമ്മുടെ തെക്കോട്ട് നടന്നു നോക്കിയപ്പോ മനസ്സിലായി. അരിശി. നോക്കിക്കോളൂ, അരിശി ഇവിടുന്ന് യവനന്റെ കൂടെ കപ്പലിൽ കയറി ഗ്രീക്ക് പേർഷ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി. ഗ്രീക്കുകാരൻ അതിനെ ഇവിടത്തെ ഒറിസി എന്ന് ഉച്ചരിച്ചു. മോരിങ്ക ആവുന്ന പോലെ. ഇപ്പോഴും മോരിങ്ക, ഇപ്പോഴും നമ്മുടെ നാട്ടിൻപുറത്തെ പാവപ്പെട്ടവരും മോരിങ്ക എന്നേ പറയും, മുരിങ്ങ എന്ന് പറയില്ല. അത് ഭാഷാപരമായ ദുസ്വാധീനത കൊണ്ട് വന്നു പോകുന്നതാണ്. നമ്മുടെ സ്വത്വബോധം കുറഞ്ഞതുകൊണ്ടും വരുന്നതാണ്. സ്വത്വബോധം ഉണ്ടെങ്കിൽ ഇതെന്റെ ഭാഷയാണ് എന്നുള്ള സ്വന്തം ഭാഷ ഉച്ചരിക്കാൻ പറ്റും. ആ സ്വത്വബോധം തീരെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മൂഢ പരപ്രത്യേകനേയ ബുദ്ധി, ആ പരപ്രത്യേകനായ ബുദ്ധി നമുക്ക് കൂടിപ്പോയത് കൊണ്ട് നമുക്ക് നമ്മളെ അറിഞ്ഞുകൂടാകുന്നു. ഇപ്പോ ഇങ്ങനെ തപ്പി നോക്കിയപ്പോ ഒറിസി ഇത് ഗ്രീക്ക് പദമാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായി. അതുപോലെ തന്നെയാണ് ഞാൻ വേറൊരു പദം നോക്കി, ലാർജ്. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് പേര് ലാർജ് സ്മോൾ എന്നൊക്കെ പറയുന്ന അല്ല. വേറെ ഒരു സംഗതി, ഫ്രഞ്ചില് സംഗീതത്തിലൊരു പദമുണ്ട് ലാർഗോ. അതും ലാർജ് എന്ന പദവുമായിട്ട് സാമ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചു നോക്കിയപ്പോ ആ ലാർഗോയുടെ പൂർവ്വരൂപം DARGHO ആണ്. ഇംഗ്ലീഷിൽ എഴുതിയ അത് ലത്തീൻ രൂപമാണ് ഡാർഗോ. അതിൻ്റെ പൂർവ്വരൂപം ദീർഘോ ആണ്. ഒരു വാക്ക് എവിടെയെല്ലാം സഞ്ചരിക്കുന്നു. പല നാവ് തൊടുമ്പോ പല രൂപം അതിന് വന്നെന്ന് വരും. ഒരു വാക്കും അതുകൊണ്ട് അയിത്തമുള്ളതല്ല.
അവൻ ഉച്ചരിച്ച വാക്ക് എന്റെയാണ് എനിക്ക് അവകാശപ്പെടാക്കില്ല. ഇപ്പൊ ലാർജ് അവന്റെയാണ്. ബറ്റാലിയൻ എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷുകാരൻ്റെയാണ്, പക്ഷെ പട്ടാളം എന്ന് പറയുന്ന വാക്ക് നമ്മുടെയാണ്. ബറ്റാലിയൻ എടുത്ത് നമ്മൾ പട്ടാളമാക്കി. വാക്കിന്റെ സംസ്കൃതി അങ്ങനെയാണ് പറയുന്നത്, പല രീതിയിൽ. നമ്മുടെ ഭാഷയുടെ പൂർവ്വരൂപങ്ങൾ നോക്കുമ്പോഴെല്ലാം എല്ലാ ദേശഭാഷകളിലും നാട്ടുംപുറത്തെ പാവപ്പെട്ടവനെന്ന് കരുതുന്ന, അസംസ്കൃതനെന്നും അനക്ഷരനെന്നും കരുതുന്ന ആളുകളിൽ പോലും സമൂഹ മനസ്സ് വെറുതെയിട്ടിട്ടുള്ള വാക്കിന്റെ തേജസ്സുണ്ട്. അവനിൽ കൂടെ അത് വരും. അവന്റെ വാക്കുണ്ടാകുന്നത് സ്വാഭാവികമായ താളത്തോടു കൂടിയായിരിക്കും. ഒരു സമൂഹം അവനിലേക്ക് പകർന്നൊരു താളമുണ്ട്, വാക്കിന്റെ താളം. ആ വാക്കിന്റെ താളത്തിനുള്ളിലിരിക്കുന്നു വാക്കിന്റെ ഛന്ദസ്. അപ്പോ ഛന്ദാംസി ഛാദനാഥ് എന്നല്ലേ പറയുക. മറച്ചു വയ്ക്കുന്നത്, ഭാവത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത്, ഭാവശക്തിയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതാണ് ഛന്ദസ്സെങ്കിൽ, നാട്ടുംപുറത്തുകാരൻ്റെയും കാട്ടിൽ കഴിയുന്നവന്റെയും വാക്കിന്റെ ഈണത്തിനുള്ളിൽ നമ്മുടെ സമൂഹ ജീവിതത്തിന്റെ വികാരത്തിന്റെ ഛന്ദസ് ഉണ്ട്. എല്ലാ ഭാഷയും ദിവ്യമാണ്, ഏതൊരുത്തന്റെ ഭാഷയും ദിവ്യമാണ്. ഈ ഭാഷകളിലെല്ലാം ഒരു നാട് ജീവിച്ചു പോകുന്നതിന്റെ വികാരവും ചിന്തയും ആചരണങ്ങളും ദൈനംദിന പ്രകൃതിബന്ധവും എല്ലാം അമർന്നിരിക്കുന്നു. വാക്ക്, ഭാഷ സംസ്കാരമാകുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കാലങ്ങളുടെ ഗണന വരെ നമ്മുടെ പൂർവ്വ സംസ്കാരത്തെ ആസ്പദമാക്കി തന്നെയാണുള്ളത്. സംഘസാഹിത്യത്തെ നോക്കണം. സംഘസാഹിത്യത്തിൽ മുൻപനി പിൻപനി എന്നൊക്കെയാണ്. ഹേമന്തം, ശിശിരം, ഈ രണ്ട് ഋതുവിനും പറയുന്നത് മുൻപനി പിൻപനി എന്നാണ്. ഹേമന്തത്തിനും ശിശിരത്തിനും പറയുന്നത് ഋതുഷു പഞ്ചവിധം സാമ ഉപാസീത എന്ന് ഛാന്തോക്യോപനിഷത്ത് പറയുന്നു. ആ 5 ഋതുക്കളും അതേപടി ഉപനിഷത് സംസ്കാരത്തോടുകൂടി തന്നെ സംഘകാല തമിഴകത്തുണ്ടായിരുന്നു എന്ന് ശ്രദ്ധിക്കണം. എത്രമാത്രം അന്ന് ഒരു ജനം, ഇത്ര ഇന്റർനെറ്റും വാട്സാപ്പും ഒന്നും ഇല്ലാതിരുന്ന കാലത്തും ഒരു ജനം ഇതെല്ലാം ഒരുപോലെ അനുഭവിക്കാൻ യോഗ്യരായി. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ജനത്തിന്റെ മനസ്സ് പൂർവകാലത്ത് നിന്ന് പിൽക്കാലത്തേക്ക് ഒഴുകി ഒഴുകി വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ വിധത്തിലുള്ള തരംഗിതമായ ഭാഷയുടെ പുനർജന്മങ്ങൾ ഉണ്ടാകുന്നത്. ആ പുനർജന്മം എല്ലാ ജനതയെയും ഏതെങ്കിലും വിധത്തിൽ സ്പർശിക്കും. സംസ്കാരമാകുന്നത് അങ്ങനെയാണ്. പലയിടത്തും ഇതിന് പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളും അപവ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും അമിത വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടാകും. അത് ശ്രദ്ധിക്കാവുന്നതാണ്. പക്ഷേ യഥാസ്ഥിതമായ അവസ്ഥ എന്താണെന്ന് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ വാക്കിൻ്റെയും ഉള്ളിൽ ഒരു ദർശനം, ഒരു സംഗീതം, ഒരു ജീവിതം, എല്ലാവർക്കും വേണ്ടിയുള്ള കരുതൽ ഇത് മുഴുവൻ ഉണ്ടാവും. ഇതാണ് എന്നെപ്പോലുള്ളവർ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു കുഴപ്പം, ഞാൻ നീട്ടുന്നില്ല, ഇനി സമർത്ഥമായി സംസാരിക്കാൻ ഇവിടെ വേറെ ആളുകളുണ്ട്, ഞാൻ നീട്ടുന്നില്ല. ഒരു കുഴപ്പം കൂടെ മാത്രം എനിക്കിപ്പോൾ തോന്നുന്നത് സൂചിപ്പിച്ചിട്ട് പോകാം. നമ്മുടെ ചിന്താപദ്ധതികൾ, നിരീക്ഷണ രീതികൾ, പരീക്ഷണ രീതികൾ, ഇതെല്ലാം നമ്മുടെ സഹജമായ രീതിയിൽ നിന്ന് മാറി ശരിക്കും പുറത്തു നിന്ന് വന്ന രീതികൾക്ക് വിധേയമായി കഴിഞ്ഞു. നാം പഠിച്ചതുപോലെയല്ല പടിഞ്ഞാറന്മാർ നമ്മെ പഠിച്ചത്. 18-ാം നൂറ്റാണ്ട് മുതൽ മാത്രമേ, എൻ്റെ അറിവ് പറഞ്ഞു തരുന്നിടത്തോളം 18-ാം നൂറ്റാണ്ട് മുതൽ മാത്രമേ ഭാരതീയ ഭാഷകളെ അല്പം ശ്രദ്ധിച്ച് പഠിക്കാൻ പാശ്ചാത്യർ പലരും തയ്യാറായിരുന്നു. ഫ്രാൻസിൽ ആദ്യത്തെ സംസ്കൃത പീഠം സ്ഥാപിച്ചിട്ട് അവിടെ പ്രൊഫസറെ വെച്ചവരാണ് ഫ്രഞ്ചുകാർ. ഫ്രാൻസിൽ, ജർമ്മനിയിലും അതുണ്ടായി. ഇവിടെ സർ വില്യം ജോൺസ്
ഇവിടുത്തെ പുസ്തകങ്ങളൊക്കെ അങ്ങോട്ട് കിടത്തി ഓക്സ്ഫോർഡിൽ ഇഷ്ടം പോലെ ശേഖരിച്ചു. അവർ പഠിക്കാൻ തുടങ്ങി. അവർ പഠിച്ചത് അവരുടെ പഠന രീതി അനുസരിച്ചാണ്, നമ്മുടെ പഠന രീതി അനുസരിച്ചല്ല. നമ്മുടെ പഠന രീതിക്കും അവരുടെ പഠന രീതിക്കും വളരെ വ്യത്യാസങ്ങളുണ്ട്. അവർ കൂടുതലും ഭൗതികമായി കാണുന്നു. നമ്മുടെ ഭാഷയിൽ എല്ലാത്തിനും ഭൗതികവും ദൈവികവും ആത്മീയവുമായ അംശങ്ങൾ ഒരേ മട്ടിൽ ചേർന്നിട്ടുണ്ട്. ഒരേ മട്ടിൽ എന്നാണ് എൻ്റെ കാഴ്ച. ഒന്നിനും കുറവില്ല. കാരണം പ്രപഞ്ചം എന്നത് ഭൗതികമാണ്, ദൈവികമാണ്, അതിനപ്പുറം ആത്മീയമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഓം ശാന്തി 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 മൂന്ന് പറയുന്നത് ഭൗതികമായ ശാന്തി, ദൈവികമായ ശാന്തി, ആത്മീയമായ ശാന്തി എന്നെല്ലാവർക്കും അറിയാം. ഈ ഭൗതികം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വേൾഡ് എന്ന് പറയാം. ദൈവികം എന്ന് പറയുന്നത് മിഡ് വേൾഡ്, അന്തരീക്ഷം. അന്തരീക്ഷം എന്ന് പറയുന്നത് അവ്യക്തമാണ്, സമൂർത്തം, പൂർണ്ണമായും മൂർത്തമല്ല. വെള്ളം മേഘമായി നിൽക്കുന്ന സ്ഥലമാണ്. ഭൂമിയിലേക്ക് വരുമ്പോൾ അത് വെള്ളമായി, ഭൂമിയിൽ നിന്ന് മുകളിൽ നിൽക്കുമ്പോൾ അത് എന്താണ്? മേഘരൂപമായി. ധൂമജ്യോതി സലില മരുതാമി ധന്യപാത എന്ന് പറയും. അപ്പോ അതിനും അപ്പുറത്ത് അത് സൂക്ഷ്മമാണ്. അതിന്റെ തത്വം നമുക്ക് വ്യക്തമല്ല. ഈ മേഘത്തിനും അപ്പുറത്ത് ഉപനിഷത്ത് പഠിക്കുമ്പോൾ അത് കുറച്ച് മനസ്സിലാകും. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് മൂന്നവസ്ഥകളുണ്ട്. ആ മൂന്നവസ്ഥയിൽ ഈ ശരിക്കും നീരാവിയും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ കണങ്ങൾ മാത്രമായിട്ട്, അതിൻ്റെ മൂലകങ്ങൾ മാത്രമായിട്ട് വെള്ളം പോകുന്ന അവസ്ഥയ്ക്ക് ഇപ്പുറത്ത് മേഘം രൂപമായിട്ട് പിന്നെ അത് വെള്ളമാവുന്നു. വെള്ളം ഉറഞ്ഞ് മഞ്ഞാവും. ഈ മഞ്ഞ് എന്നതാണ് ശരിക്കും മൂർത്തമായ അവസ്ഥ. പിന്നെ അത് അലിയുമ്പോൾ വെള്ളമായി. വെള്ളം ആവിയാവുമ്പോൾ അത് മുകളിലോട്ട് പോയി. ഒന്ന് തന്നെയാണ് വലുത്. അപ്പോ സൂര്യോ ന ദിവസ്പാദു വാദ അന്തരീക്ഷാത് അഗ്നിർന പാർത്ഥിവേഭ്യ എന്ന് വേദത്തിൽ പറയുന്ന ഒരു പ്രധാന സംഗതിയാണ്. സൂര്യൻ ഈ പരമാകാശത്തിൽ സൂര്യൻ നമ്മളെ പാലിക്കും. ദ്യോവിൽ വാദ അന്തരീക്ഷാത്, അന്തരീക്ഷത്തിൽ വാദം, കാറ്റ്, വായു, ഭൂമിയിൽ അഗ്നി. മൂന്നും ഒന്ന് തന്നെ. ഭൗമമായ അഗ്നി തന്നെയാണ് അന്തരീക്ഷത്തിലെ വാദം, അതിനപ്പുറത്ത് സൂര്യശക്തി. ഈ മൂന്നും ഒന്ന് തന്നെ. ജീവിതത്തിൽ പാവപ്പെട്ട ഒരുത്തൻ ഒരു പശുവിൽ, ഒരു കാളയിൽ, ഒരു പാമ്പിൽ ദൈവത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അവനിലും ഇതേ വേദാന്തം പ്രവർത്തിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു മരത്തിനെ, എത്ര വെള്ളത്തിനെ, എത്ര വായുവിനെ നമ്മൾ പൂജിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് സംസ്കാരം. ഈ മുഴുവൻ ഭൂമിയെയും ആകാശത്തിനെയും ഒരുപോലെ സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും പാലിക്കുകയും ചെയ്യാൻ, അവർക്ക് വേണ്ടി കൂടെ എന്തെങ്കിലും ദാനം ചെയ്യാൻ കഴിയുന്ന ഒരു മനോഭാവം ഉണ്ടാക്കാനാണ് ഈ ഭാഷ നമ്മെ സഹായിക്കേണ്ടത്. അതാണ് ചെയ്തത്. എല്ലാവരും അങ്ങനെ ചെയ്തില്ല എന്നത് ശരിയാണ്. പലരും തെറ്റിച്ചു കളഞ്ഞു, പലരും മുതലെടുത്ത് കളഞ്ഞു. അത് വേറെ പലർക്കും ഉപകരണമായി. ശരിയാണ്, എല്ലാ കാലത്തും മുതലെടുപ്പുകൾ നടത്തുന്നുണ്ട്. പക്ഷേ വസ്തുത ഇതാണ്. ശരിക്കറിഞ്ഞാൽ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനും ലോകത്തിന് മുഴുവൻ വിധേയമാകാനും ലോകത്തെ അറിഞ്ഞ് ഉൾക്കൊള്ളാനും അങ്ങനെ സ്ഥിരൈരംഗൈ സ്തുഷ്ടുവാസസ്തനോഹി വിഷയമ ദേവഹിതം യഥായു. ആ ദേവഹിതം എന്ന് പറയുന്നത് സൂക്ഷ്മാണുക്കളായ പ്രകാശം, വായു തുടങ്ങിയുള്ള എല്ലാമാണ്. അവരാണ് ദേവന്മാർ. ദേവന്മാർ എന്ന് പറയുന്നത്
നമ്മൾ ദൈവം എന്ന് പൊതുവെ ഇന്ത്യയിൽ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ സൂക്ഷ്മ ശക്തികളാണ്. പരമാത്മാവ് എന്ന് പറയുന്നത് വേറെയാണ്, അത് വേറെയാണ്. അവനാണ് ഏകം സത് വിപ്രാപ വൃഥാവദന്തി എന്ന് പറയുന്നത് ആ ഒരാളിനെ കുറിച്ചാണ്. ആ ഒരു പരമമായ ശൂന്യമായ എനർജിയെ കുറിച്ചായിരിക്കും. അത് പുതിയ ശാസ്ത്രം തെളിയിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ ശാസ്ത്രം അതിലേക്ക് വരുന്നുണ്ട്. ഏറ്റവും വലിയ ഭൗതിക ചിന്തയും ഏറ്റവും വലിയ കോസ്മോളജിക്കൽ ദർശനവും ഏറ്റവും വലിയ സൈക്കോളജിക്കൽ ദർശനവും ഏറ്റവും വലിയ ജന്തുശാസ്ത്രവും ഏറ്റവും വലിയ തരംഗശാസ്ത്രവും ഈ എല്ലാം നമ്മുടെ ഈ ഭാഷയ്ക്കകത്ത് ഒതുക്കി വയ്ക്കാൻ പറ്റിയ ശാസ്ത്രീയമായ ദർശനം. അത് പൂർവ്വകാലത്ത് വളരെ പ്രവൃദ്ധമായിരുന്ന സംസ്കാരത്തിന്റെ ഫലമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിൽക്കാലത്ത് വന്നവർ ജാതി തിരിച്ചോ മതം തിരിച്ചോ, മതം പിന്നീടാണ്, ജാതി തിരിച്ച് വർഗം തിരിച്ച് ആധിപത്യം തിരിച്ച് എല്ലാവർക്കും എല്ലാം കൊടുത്തില്ല എന്നൊരു പക്ഷമാണ് എനിക്കുള്ളത്. അങ്ങനെ വന്നതുകൊണ്ട് എല്ലാവർക്കും എല്ലാം പ്രാപ്യമായില്ല. പക്ഷേ എല്ലാവരിലും എല്ലാം എത്തിച്ചേരും എന്ന് തെളിയിക്കുന്ന, എങ്ങനെയെങ്കിലും എത്തിച്ചേരും എന്ന് തെളിയിക്കുന്ന 2 കൃതികൾ നമുക്ക് ശേഷിച്ചിട്ടുണ്ട്, മഹാഭാരതവും രാമായണവും. ഏതെങ്കിലും രൂപത്തിൽ ഇതെല്ലാവരുടെയും കയ്യിലുണ്ട്. കാട്ടിനകത്തുള്ള മനുഷ്യനിലുമുണ്ട്, നാട്ടിനകത്തുള്ളവരിലുമുണ്ട്. പല രൂപത്തിലാണ്. ഞാൻ ഉത്തങ്ങ വനഭൂമിയിൽ ചെന്നപ്പോൾ അവിടുത്തെ വനവാസിയായ ഒരു അപ്പൂപ്പൻ എൻ്റെ അടുത്ത് വന്നു. ഒരു കാട്ടാറിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാനൊരു മരത്തിനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി. അപ്പോ അത്തിമരത്തിന്റെ അത് അമ്മേന്റെ പാല്, അയാൾ പറയും അമ്മേന്റെ പാല്. ഈ മറ്റേ മരമോ അത് സീതമ്മ. ഒരു മരമുണ്ട്, പുങ്കിലിയപ്പൻ ഇവിടെ ഉണ്ട്, സീതമ്മയുണ്ട്. പുങ്കിലിയപ്പൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവൂ. വാൽമീകിയെയും സീതയെയും, പുങ്കിലിയപ്പൻ വാൽമീകിയെയും സീതയെയും കാട്ടിലുള്ളവൻ പരമ്പരയാ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു. അതാണ് ഈ പുസ്തകം കൊടുക്കുന്ന ഒരു സന്ദേശം. അതാണ് നോക്കണം, എല്ലാ മനുഷ്യനിലേക്കും ഇത് വ്യാപിച്ചു. അത് ബാലി ദ്വീപിൽ വരെ എത്തി, ഇന്തോനേഷ്യയിലെത്തി, വിയറ്റ്നാമിലെത്തി, സൈബീരിയയിലെത്തി, ഗ്രീസിലെത്തി, എല്ലായിടത്തും. അതെങ്ങനെ? ഒരു ഭാഷയിൽ കൂടെയാണ്. ഭാഷ കൊടുക്കുന്നത് നല്ല രീതിയിൽ സ്വീകരിക്കുമെങ്കിൽ അത് നല്ല സന്ദേശമായിരുന്നു. ഒരേ രീതിയിൽ നമ്മൾ ഇതെല്ലാം ലോകരുമായിട്ട് പങ്കിട്ടിരുന്നു എന്നത് വ്യക്തമാണ്. അന്ന് നമുക്ക് മറ്റ് വർണ്ണ വിവേചനങ്ങൾ അധികമില്ലാതിരുന്നത് കൊണ്ട് സാർത്ഥവാഹകരിൽ കൂടെയെങ്കിലും ഇത് പലയിടത്തും പടർന്നു ചെന്നു. എങ്ങനെയോ പഞ്ചതന്ത്രം അറബിയിലേക്ക്, പേർഷ്യനിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ കലില ദമന ആയി. കരടകനും ദമനകനും, അതാണ് കലില ദമന ആയത്. അത് അവന്റെ കഥയായി. പിന്നെ അത് ഈസോപ്പിലേക്ക് പകർന്നുപോയി. എവിടെയെല്ലാം എല്ലാവരും എന്തെല്ലാം കൊടുക്കുന്നു. ഋഗ്വേദത്തിലെ ത്രിതൻ എന്ന് പറയുന്ന ഒരു സഹോദരനെ അവന്റെ ബാക്കി 2 സഹോദരങ്ങളെ കൂടെ പിടിച്ച് കിണറ്റിനകത്ത് തള്ളിയിട്ടു. ഋഗ്വേദത്തിലൊരു മന്ത്രമുണ്ട് അതിനെ സംബന്ധിച്ച്. അവൻ ആ കിണറ്റിനകത്ത് കിടന്നുകൊണ്ട് തപസ് ചെയ്ത് സൂര്യനെ പ്രാർത്ഥിച്ച് മന്ത്രമുണ്ടാക്കി വെള്ളം വരുത്തി രക്ഷപ്പെട്ടു എന്നാണ് കഥ. അതേ കഥ തന്നെയാണ് സുമേരിയയിൽ നിന്ന് പകർന്നുപോയി പഴയ നിയമത്തിൽ ജോസഫിനെ കണ്ടിത്തള്ളിയിട്ട കഥയായിട്ട് ബൈബിളിൽ വരുന്നു. പഴയ നിയമത്തിൽ ഒരേ കഥകൾ. നമ്മുടെ പാവം ഒരമ്മ എങ്ങനെയോ നേരത്തെ പ്രസവിച്ചു, ആരും എന്താന്ന് വെച്ച് ഒരു പെട്ടിയിലാക്കി ഒഴുക്കി. ചർമ്മൺ നദിയും യമുനയും ഗംഗയും കിടന്നതിങ്ങനെ ഒഴുകിപ്പോയി. അതിരഥന്റെ കയ്യിലെത്തി. അവൻ പിന്നെ കർണനായി. ഇരുകാതറിയാതെ അയച്ചതാണ്, പക്ഷെ കർണാകർണികയ അവൻ കർണനായിട്ട് പിന്നെ വന്നു. നോക്കണം, ആ കർണന്റെ കഥ തന്നെയാണ് ബൈബിളിലെ മോശയുടെ കഥയായിട്ടും വന്നിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ, ലോകമെല്ലാം പങ്കിടുന്നു. ഒരേ
പലയിടത്തുനിന്നും പല സംസ്കാരങ്ങളും ഒഴുകി ഇവിടെ വരുന്നു, നമ്മളും ഒഴുകി പലയിടത്തോട്ടും പോകുന്നു. ഇവിടെ ഞാൻ നെയ്യാറെന്ന് പറയുന്ന ഒരു കവിതയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എൻ്റെ മുറ്റത്ത് വന്നു പെയ്യുന്ന മേഘം എവിടുന്ന് വന്നു? ആമസോണിൽ നിന്ന് പൊങ്ങി വന്നു, അറ്റ്ലാന്റിക്കിൽ നിന്ന് വന്നു. എവിടെ നിന്നും വരുന്ന മേഘങ്ങളെ, ഉടലുടഞ്ഞു പെയ്യുന്ന സ്നേഹങ്ങളെ. എവിടെ നിന്നോ വരുന്ന മേഘം എൻ്റെ മുറ്റത്ത് സ്നേഹമായിട്ട് ചുരത്തി തരുന്നു. ലോകം എന്നും എല്ലാവർക്കും ജീവിതത്തിലുള്ള ആത്മദാനം കൊണ്ടാണ് നിലനിൽക്കുന്നത്. ഈ ആത്മദാനത്തെക്കുറിച്ച് അതാണ് ആദ്യം ഈ സഖനാഭവതു പറഞ്ഞപ്പോ എനിക്ക് തോന്നി, അല്ലല്ല, അതാണ് ഭദ്രം കർണേവി പറഞ്ഞപ്പോ എനിക്ക് തോന്നിയതാണ്, ഈ ആത്മദാനം എന്നത് ഏറ്റവും വലിയ സാമൂഹികതയാണ്, വിശ്വദർശനമാണ്. വിശ്വത്തെ ഒന്നായി ദർശിക്കാൻ കഴിയുന്ന അവസ്ഥ ഏതൊരാളിലും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ആ വിധത്തിൽ നമ്മൾ ഈ മഹത്തായ ഭാഷയെ, സംസ്കൃതത്തെ അങ്ങനെ സമീപിക്കണം എന്ന് എനിക്ക് വിനീതമായൊരു പ്രാർത്ഥനയുണ്ട്. കാരണം ഈ ഭാഷ മതങ്ങൾ ഉണ്ടാകും മുമ്പ് ഉറച്ചതാണ്. തീർച്ചയായിട്ടും നിരുക്തം ഉണ്ടാവുന്ന കാലത്തിന് മുമ്പ് 14 നൈഖണ്ഡവന്മാരും നൈരുക്തികന്മാരും ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്രയും കാലത്തിന് മുമ്പേ ഒരു ഭാഷ അങ്ങനെ ഉറച്ചു. അന്ന് പ്രത്യേകം മത്സരിക്കുന്ന മതങ്ങൾ ഇല്ല. മതങ്ങളുടെ അല്ല ഭാഷ. ദേവന്മാരെന്ന് പറയുന്നത് മതങ്ങളുടെ സ്വത്തും അല്ല. ദേവന്മാർ പ്രപഞ്ച ശക്തികളാണ്. ഞാനിപ്പോ വായുദേവൻ, വായു ഭഗവാൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ഉള്ള ആ ഒരു എല്ലാത്തിനെയും സ്പർശിക്കുന്ന ഒരു വലിയ പഴയ സമൂഹത്തിലെ ദർശനത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഭാഷ, സംഗീതവും ഗണിതവും ദർശനവും ജീവിതവും എല്ലാം ചേർന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും സ്പർശിച്ചിട്ടുള്ള ഈ ഭാഷ നല്ല രീതിയിൽ തന്നെ സുസംസ്കൃതമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ശക്തിയോടെ നിൽക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തെല്ലിതിൻ സ്പർശമില്ലാതെ ഇല്ലലങ്കാരം ഒന്നുമേ എന്ന് അതിശയോക്തിയെ കുറിച്ച് AR രാജരാജവർമ്മ പറഞ്ഞിട്ടുണ്ട്. തെല്ലിതിൻ സ്പർശമില്ലാതെ ഇല്ല സംസ്കാരമൊന്നുമേ എന്നാണ് സംസ്കൃതത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നത്. എവിടെ നോക്കിയാലും ഇതിന്റെ ഒരംഗം കാണും. മറ്റ് ഏതോ ദേശത്ത് വന്ന ഒരു വാക്കിന്റെ പൊഴുപ്പ് നമ്മുടെ ഭാഷയിലും സംസ്കൃതത്തിലും എല്ലാത്തിലും കാണും. എല്ലാം എല്ലാവർക്കും എന്നേക്കും ഉള്ളതാവട്ടെ എന്ന എളിയ പ്രാർത്ഥനയോടെ എൻ്റെ അപ്രഗൽഭമായ ഈ വർത്തമാനം ഇവിടെ നിർത്തുന്നു. ഉദ്ഘാടനം എന്ന കർമ്മം നിർവഹിച്ചുകൊള്ളുന്നു. വർത്തമാനം നീണ്ടുപോയി എന്ന് പേടിച്ച് ആ കൊച്ചവിടെ കൈകാലം കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഫോട്ടോ എടുക്കാൻ പോകുന്ന ആൾ തന്നെ ഇങ്ങനെ. ഞാൻ വിചാരിച്ചു ഞാൻ നീണ്ടുപോയി, നിർത്തണമെന്ന് പിടയ്ക്കുകയാണ് എന്നാണ് വിചാരിച്ചത്. ഈ ഗൂഢാലോചനയാണെന്ന് അറിഞ്ഞില്ല. രണ്ടും കൂടെ ഒറ്റയായിട്ട് എടുക്കാം. കൽപ്പന നിരസിക്കാൻ ഒരിക്കലും കഴിയില്ല. എനിക്ക് എൻ്റെതായ പ്രത്യേക തിരഞ്ഞെടുപ്പുകളൊന്നുമില്ല. ഇവിടെ ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, അതെനിക്ക് ഇത്തിരി ജോലി കൂട്ടും എന്നാൽ കുറയ്ക്കും. ദൈർഘ്യം കുറഞ്ഞ ഒരു തുണ്ട് സംഗതി ചൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഇപ്പം എനിക്ക് ആയാസം ഉണ്ടാക്കും, ശരിയാണ്, എങ്കിലും അത് ചെയ്യാം. ജോലി കുറവ്. നിങ്ങൾ ഇവിടെ ആയതുകൊണ്ട് അഭിജ്ഞരായ എല്ലാ രീതിക്കുന്ന ഒരു പരിഷത്താണ് ഇത്. അതുകൊണ്ട്
എനിക്ക് ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഒരു തുണ്ട് കവിത. അത് ഞാൻ എഴുതുമ്പോൾ അറിയാതെ വന്നുപോയത് ശരിക്കും നാസതീയം എന്ന സൂത്താണ്. അറിയാതെ വന്നുപോയതാണ്. എഴുതി കഴിഞ്ഞ ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഇരുളിൻ മഹാനിദ്രയിൽ എന്നാരംഭിക്കുന്ന കൊച്ചു കവിതയാണ്. അത് ഞാൻ ഒറ്റ രാത്രി പെട്ടെന്ന് എഴുതി. എൻ്റെ അടുത്ത സുഹൃത്ത് ലെനിൻ രാജേന്ദ്രൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് എഴുതിയാണ്. എഴുതിയിട്ട് പിറ്റേന്ന് ഇത് സ്വീകാര്യമല്ലെങ്കിൽ കയറിക്കളയണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പിറ്റേന്ന് അദ്ദേഹം എന്ന് പറഞ്ഞു, നമുക്ക് നാളെ റെക്കോർഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു റെക്കോർഡ് ചെയ്യും. ആ ദാസേട്ടനാണ് പാടുന്നത്. ഞാൻ പറഞ്ഞു വളരെ വളരെ അനുഗ്രഹമായി. എന്നെ ഇവിടെ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ ഞാൻ ചെന്നു. അപ്പോൾ ദാസേട്ടൻ വന്നിട്ടില്ല. ഇന്നൊന്ന് പാടിയാൽ മതി. ഞാൻ പറഞ്ഞു ഞാൻ പാടില്ല. അദ്ദേഹത്തിന് പാടാനുള്ള ഇത് ട്രാക്ക് പാടിയാണ്. അദ്ദേഹം വന്നിട്ട് പോയി. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ട്രാക്ക് പാടാനുള്ള യോഗ്യത എനിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ദേവനാഥൻ എന്ന് പറയാവുന്നതാണ് വിശുദ്ധൻ. അപ്പൊ ഞാൻ അറച്ചു. പിന്നെ ദാസേട്ടൻ്റെ തന്നെ റെക്കോർഡിസ്റ്റ് കരുണാകരൻ, അദ്ദേഹം വന്ന് കൂടുതൽ നിർബന്ധിച്ച് പറഞ്ഞ് ഞാനങ്ങ് പാടി. പിന്നീട് ലെനിൻ രാജേന്ദ്രൻ വീട്ടിൽ വന്ന് പറഞ്ഞു ഇത് തന്നെ മതി എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ദാസേട്ടന് പൈസ കൊടുക്കാതിരിക്കാനായിരിക്കും എന്ന് പറഞ്ഞ അങ്ങനെ പാടിപ്പോയ, എഴുതിപ്പോയതും പാടിപ്പോയതുമായ ഒരു രചനയാണ്. പക്ഷെ എഴുതിക്കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് എവിടെ നിന്നൊക്കെയാണ് ഈ പ്രേരണ വന്നത് എന്ന് എനിക്ക് ഏതാണ്ട് ഒരു ഊഹം കിട്ടി. എല്ലാത്തിനും അഭേദ്യമായ ബന്ധം ഉണ്ടാകും. ശൂന്യതയിൽ നിന്നുണ്ടാവുകയും പിന്നീട് വർണ്ണങ്ങളിട്ട് വിരിയുകയും പിന്നെ കുറെ കാലം ഉല്ലസിച്ചിട്ട് പിന്നെ അടിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒന്ന്, അത് ഒന്നിൽ നിന്നും വേർപെടുന്നില്ല. അതല്ലേ സത്യം. അങ്ങനെ ഒരു കാഴ്ചയാണ് ഒരു പ്രണയ സന്ദർഭം വെച്ചുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയത്. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. എന്റെ ചിറകിനാകാശവും നീ തന്നു. നിൻ ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങുവേ. ജീവനൊഴുകുമ്പോഴൊരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങുവേറെ. കനവിന്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശം എങ്ങുവേറെ. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും
നേർത്തൊരരുവി തൻ താരാട്ട് തളരുമ്പോഴും ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ട് തളരുമ്പോഴും കനിവിലൊരു കല്ല് കനിമധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. നിന്നിലഭയം തിരഞ്ഞു പോകുന്നു. അടരുവാൻ വയ്യ, അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെന്റെ സ്വർഗം. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെന്റെ സ്വർഗം. നിന്നിലടിയുന്നതേ നിത്യസത്യം. ഇതും വേദാന്തം കൂടെ എങ്ങനെയാണ് ചേരുമെന്ന് നോക്കണേ. വളരെയധികം നന്ദി മാഷ്. സെന്ററിൻ്റെതും എന്റെയും വ്യക്തിപരമായ ഒരു സ്പെൽ ബൗണ്ട് ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും സംസ്കൃതവും ഭാഷയും സംസ്കാരവും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെക്കുറിച്ച് നമ്മളെ ഉദ്ബോധിപ്പിച്ച മാഷിന് സെന്ററിന്റെ നന്ദി അറിയിക്കുന്നതിനോടൊപ്പം